അതുകൊണ്ടാണ് വിശുദ്ധിയുടെ തത്വങ്ങൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ആണ്. അത് ഭൗതിക തലത്തിൽ പറഞ്ഞാലും കമ്മ്യൂണിക്കേഷനാണ്, ആത്മീയ തലത്തിൽ പറഞ്ഞാലും കമ്മ്യൂണിക്കേഷനാണ്. ഭൗതിക തലത്തിൽ പറയുമ്പോൾ നമ്മൾ മറ്റുള്ള വ്യക്തികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ചക്രമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. കാരണം അത് നമ്മുടെ ത്രോട്ട് ചക്രയാണ്, നമ്മുടെ തൊണ്ടക്കുഴിയിലാണ് അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മറ്റുള്ള ആളുകളെ കൺവിൻസ് ചെയ്യാം, നമ്മളുടെ ഒരു ആശയം മറ്റുള്ളവരോട് നമുക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ സെയിൽസിലൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിശുദ്ധി ചക്രം എന്ന് പറയുന്നത്. കാരണം അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കാര്യങ്ങളെ സംസാരിച്ച് കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിശുദ്ധി ചക്രം നല്ല രീതിയിൽ ആക്റ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇപ്പം സ്റ്റേജിൽ സംസാരിക്കുന്ന ആളുകൾ, ടീച്ചേഴ്സ്, ഗായകന്മാർ, അങ്ങനെ ഈ ശബ്ദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചക്രമാണ് വിശുദ്ധി എന്ന് പറയുന്നത് ഭൗതിക തലങ്ങളിൽ നോക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇപ്പം വിശുദ്ധി ചക്രം ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഈ പറഞ്ഞ ആത്മീയ തലങ്ങളിലായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പം വളരെ ആഴത്തിലുള്ള ധ്യാനവും യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അവർ ആ ഒരു അനാഹതത്തിന്റെ തലം വരെ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് അവർക്ക് അങ്ങോട്ട് ഉയരണമെന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷൻ കിട്ടില്ല. വർഷങ്ങളോളം വളരെ അതികഠിനമായിട്ടുള്ള യോഗ പ്രാക്ടീസുകളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ അവർ ശ്രമിക്കുന്നത് ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു കോൺഷ്യസ്നെസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്.